ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു ക്രിക്കറ്റ് ഗെയിമാണ്. ഒരുപാട് വലിയ ഗെയിംസ്, പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ, അങ്ങനെ പല ഗെയിംസും ക്രിക്കറ്റിലുള്ള വലിയ വലിയ ഗെയിംസൊക്കെ ഉണ്ട്. അതൊന്നും അല്ല ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ കുറഞ്ഞ സ്പെക്കുള്ള ഫോണ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സിമ്പിളായിട്ടൊരു ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം ഗ്രാഫിക്സും അതുപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഗെയിം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഞാൻ പലപ്പോഴൊക്കെ ഒഴിവുള്ള സമയങ്ങളൊക്കെ ഇത് കളിക്കാറുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഗെയിമാണ്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ പേര്, ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ പ്ലേ ഒന്ന് കൊടുക്കാം. അപ്പോൾ അവർ ഫസ്റ്റ് ഒരു ട്യൂട്ടോറിയലൊക്കെ ഇങ്ങനെ കാണിച്ചു തരികയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് കണ്ടോ, ആ ബോൾ അവിടെ പിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ അടിക്കുക. ജസ്റ്റ് ട്യൂട്ടോറിയലാണ്, അത് നിങ്ങളെന്തായാലും അറ്റൻഡ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാമല്ലോ. ഇനി നമ്മൾ ബോളിംഗ് എങ്ങനെയാണെന്നാണ് അവർ കാണിച്ചു തരുന്നത്. ടാപ്പ് ടു കണ്ടിന്യൂ കൊടുക്കുക. നമ്മൾ ബോൾ എവിടെ പിച്ച് ചെയ്യണമെന്ന് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് താഴെ കാണുന്ന ബോൾ കൊടുക്കുക. എന്നിട്ട് ഈ മുകളിൽ കണ്ട അവോയ്ഡ് എന്ന് കാണിക്കുന്ന മുകളിലും താഴെ അവോയ്ഡ് കാണിക്കുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു സാധനം ഇങ്ങനെ നീങ്ങി കളിക്കും. അപ്പോൾ അത് നമ്മൾ ഈ അവോയ്ഡ് എന്നുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് ബോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നോ ബോളായിട്ട് മാറും. പിന്നെ ഈ പെർഫെക്റ്റ് അതുപോലെ ഈ ഗ്രീൻ കളറുള്ള ഇതൊക്കെ ആകുമ്പോൾ നല്ല കറക്റ്റ് ബോളായിരിക്കും. അതുപോലെ അതിൻ്റെ ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടാപ്പ് ടു കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു വൈറ്റ് സാധനം ഇങ്ങനെ നീങ്ങുന്നത് കണ്ടോ. അപ്പോൾ അത് ഈ റെഡിൽ തട്ടിക്കഴിഞ്ഞാലാണ് നോ ബോൾ ആവുക. ബാക്കിയുള്ള ഇവിടെ ഇപ്പോൾ ഈ യെല്ലോ കളറിലാണെന്നുണ്ടെങ്കിൽ സ്പിൻ ബോളായിരിക്കും. അതുപോലെ ഗ്രീനിലാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ബോളായിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് ഏത് ഫാസ്റ്റാണോ ഇതാണോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, അങ്ങനെയാണ് അപ്പം ബോളിങ് വരുന്നത്. ഇനി നമുക്കൊരാളുണ്ടാകുമ്പോൾ ബോൾ ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് ഇവിടെ എവിടെ വേണോ പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോൾ പിക്ക് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് ബോൾ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ ബോളർ നമുക്ക് സെലക്ട് ചെയ്യാം. താഴെ കാണുന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ബോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മാച്ച് തുടങ്ങാം. അപ്പോൾ മാച്ച് ഇങ്ങനെ റിയൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാറ്റാണ് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് ബോളായിരിക്കും, ചിലപ്പോൾ ബാറ്റായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഇടയ്ക്ക് കളിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ തന്നെ. ഫസ്റ്റ് മാച്ചൊക്കെ പിന്നെ സിമ്പിളായിരിക്കും. പിന്നെ ഗ്രാഫിക്സൊക്കെ അങ്ങനെ ഭയങ്കര വലിയ ഗ്രാഫിക്സ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. എന്നാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് കാര്യങ്ങൾ ഒക്കെയാണ്. സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. എനിക്കൊരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഫീലൊക്കെ, ബാറ്റ് ചെയ്യുന്ന പോലെയൊക്കെ. അപ്പോൾ നമ്മുടെ ബാറ്റിങ് കഴിഞ്ഞ് നേരെ നമുക്ക് ബോളിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ട്യൂട്ടോറിയലിൽ കണ്ട പോലെ തന്നെ ബോൾ ചെയ്യും. അതിന് നിങ്ങൾക്ക് നോ ബോൾ വരുന്ന ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ആ റെഡിൽ എത്തിയോണ്ടാണ് അവിടെ നോ ബോൾ എന്ന് കാണിച്ചത്. നോ ബോൾ ആയതുകൊണ്ട് വിക്കറ്റ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ വൈഡിനൊക്കെ ഒരു റണ്ണ് പോകും. അതൊക്കെ സാധാ ക്രിക്കറ്റിലുള്ള
പിന്നെ നിയമങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ കളിച്ച് നോക്കുക, ഇൻസ്റ്റാൾ ചെയ്തിട്ട് കളിച്ച് നോക്കുക. പിന്നെ ഏത് കുറഞ്ഞ സ്പെക്കുള്ള ഫോണായി കഴിഞ്ഞാലും അതിലൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നൊരു ഗെയിമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കളിച്ച് നോക്കുക, പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ ഗെയിംസും ആപ്ലിക്കേഷൻസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്